അപ്പം നമ്മൾ നോയിഡയിൽ എത്തിയിട്ട് സെക്കൻഡ് ഡേ ആണ്. അപ്പം ഞാൻ കാലത്ത് എണീറ്റു ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കി. തലേദിവസം മുകളിൽ പോയപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ബ്രെഡ്, എഗ്ഗ്, സവോള അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വട്ടയപ്പം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല കരിക്കിൻ്റെ കാമ്പ് കിട്ടിയപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ വട്ടയപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നു. നല്ല സോഫ്റ്റായി വട്ടയപ്പം ചിക്കൻ കറിയും കൃതിയുടെ ഫേവറേറ്റാണ്. അപ്പോൾ ചിക്കൻ പിന്നെ ഇവിടെ വാങ്ങാനായിട്ട് നമുക്ക് കിട്ടുമല്ലോ. വാങ്ങാനായിട്ട് കിട്ടുമ്പോൾ അത് വാങ്ങി ഞാൻ കറി വെച്ചു. പിന്നെ ഞങ്ങൾ റെഡിയായി. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ബേക്കറി ഉണ്ട്, അവിടെ കേക്ക് വാങ്ങി ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിൽ തന്നെ വന്ന് ഇപ്പോൾ കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ തലേദിവസം ഞാൻ ഫ്ലവറൊക്കെ സർപ്രൈസ് തന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ കേക്കൊക്കെ ബ്ലൂബെറി കേക്കാണ്. കൃതിക്കും അനിക്കേത്തിന് ഇഷ്ടമുള്ള കേക്ക്. അനിക്കേത്തിന് അത്ര കേക്ക് ഇഷ്ടമല്ല കേട്ടോ, കൃതിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലേവറുകളൊക്കെ കൃതിയൊക്കെയാണ് കൂടുതലും നോളേജ്. അപ്പോൾ അത് വാങ്ങി അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ കേക്കൊന്നും വാങ്ങണ്ടായിരുന്നു. കാരണം നമ്മൾ വലിയ കേക്ക് വാങ്ങി കുറച്ച് കഴിക്കും, പിന്നെ ഫ്രിഡ്ജിൽ വയ്ക്കും, പിന്നെ അത് വേസ്റ്റും. അതിനേലും വേഗം വേറെ ഫ്ലേവറുകൾ വാങ്ങി കഴിക്കല്ലേ നല്ലത്. അപ്പോൾ ഈ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു അട്ട മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയതാണ്. അവിടെ പോയപ്പോൾ നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സ് കണ്ടപ്പോൾ സന്തോഷമായി. നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സ് എവിടെ കണ്ടാലും നമ്മുടെ നാട്ടിലത്തെ കടകൾ കണ്ടാലും സന്തോഷമാട്ടോ. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൈനാപ്പിൾ ഇതേപോലെ ചെത്തി വെച്ചേക്കണം കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പൈനാപ്പിൾ വേണമെന്ന്. ചേട്ടനപ്പോൾ പപ്പീത്തിയാണ്, നമ്മുടെ കൊപ്പക്കായാണ് പപ്പായ കഴിച്ചത്. ഞാൻ പൈനാപ്പിൾ ഇതേപോലെ ഇതാക്കിയിട്ട് അവർ അവരുടേതായ ഒരു മസാലയൊക്കെ വെച്ച് തരും. കുറച്ച് മുളക് പൊടിയും ചാട്ട് മസാലയും എല്ലാതും കൂടി. അപ്പോൾ അതൊരു ടേസ്റ്റ് ആട്ടോ. പക്ഷേ ഈ പൈനാപ്പിളിന് ഒട്ടും പുളി ഉണ്ടായിരുന്നില്ല, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഉപ്പും മുളകും കൂടി തേച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വഴിയോരത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വേഗം മോളിൽ പോയി ഞങ്ങൾ വൈകിട്ട് 7:30 സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി. അപ്പോൾ അത് കാണണം. അപ്പോൾ പിന്നെ ഡിന്നർ കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് വേഗം അപ്പോൾ അവിടെ KFC കിട്ടും. അപ്പോൾ KFCയും കഴിച്ച് തിയേറ്ററിലേക്ക് വരികയാണ്. നല്ല അടിപൊളി പിക്ചറായിരുന്നു കേട്ടോ. ഇവിടെ ഈ മലയാളം പിക്ചർ മാത്രം ഈ തിയേറ്ററിൽ സൗത്ത് ഇന്ത്യൻ പിക്ചേഴ്സ്, വേറെ ഭാഷയിലുള്ള പിക്ചേഴ്സ് വരാറുണ്ട്. അപ്പോൾ അത് കണ്ട് നല്ല അടിപൊളി പിക്ചറും കണ്ട് സൂപ്പറായിട്ട് ഞങ്ങൾ പുറത്ത് പോരാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ടിൻ എന്നിട്ടാണെന്നറിയോ പോപ്കോൺ കിട്ടിയത്. ആ ടിൻ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കൈ പിടിക്കാമെന്ന്. അപ്പോൾ ഇതാണ്